ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല ദർശനത്തിന് അയ്യപ്പന്മാർ കെട്ടുനിറച്ച് മല ചവിട്ടുന്നത് പോലെ 18 പടികളുള്ള ഇരുമുടി കെട്ട് നിറച്ച് ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട്, ചൊവ്വര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകൾ നമുക്ക് കാണാം. ചൊവ്വര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. ഇത് തിരുവനന്തപുരത്താണ്. ശബരിമല പോലെ തന്നെ ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. 18 പടിയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇവിടെ വ്രതമനുഷ്ഠിച്ച് 18 പടികൾ ചവിട്ടി അയ്യപ്പന്മാർ വരുന്നുണ്ട്. വൃശ്ചിക മാസത്തിലാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലേതുപോലെ തന്നെ നല്ല തിരക്കും ഇവിടെ കാണുന്നുണ്ട്. ഇത് മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവ കാഴ്ചകളാണ്. നാട് മുഴുവൻ ലൈറ്റ്സും ഫ്ലക്സും കൊണ്ട് അവർ അലങ്കരിച്ച് വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. വഴി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം പല നിറങ്ങളിലുള്ള ലൈറ്റ്സുകളും ഫ്ലക്സുകളും എല്ലാം വച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതുവഴി പോകുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് മനസ്സിൽ വരുന്നത്. എത്രയോ കിലോമീറ്റേഴ്സ് ആണ് ഇവർ ഇങ്ങനെ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുമ്പോൾ തന്നെ ശരണവിളികളുമായിട്ട് അയ്യപ്പ ഭക്തർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പല പല കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ അമ്പലത്തിന് അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പാട്ടും കൊട്ടും മേളവും എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിന്റെ മെയിൻ ആർച്ചിന് കുറേ ഉള്ളിലോട്ടാണ് ഈ ഒരു അമ്പലം ശ്രീകോവിൽ വരുന്നത്. ഇരുവശങ്ങളിലായിട്ട് പലതരത്തിലുള്ള കച്ചവടക്കാർ നിരന്നിട്ടുണ്ട് കേട്ടോ. ഉത്സവമായതുകൊണ്ട് തന്നെ അതും നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണ്. പല നിറങ്ങളിലുള്ള പല വിധത്തിലുള്ള പൂക്കള്, പലഹാരങ്ങള്, കളിപ്പാട്ടങ്ങള്, അങ്ങനെ പല പല രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൗതുകം തോന്നുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം. ഈ വഴികൾ ശ്രീകോവിലിൻ്റെ അവിടെ എത്തുന്നത് വരെ തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ശബരിമല പോലെ തന്നെ ഒരു തിരക്ക് ഉള്ള അമ്പലമാണ്. അപ്പോൾ ക്യൂ നിന്ന് നമ്മൾ അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 18-ാം പടി. ശബരിമലയിലേത് പോലെ തന്നെയുള്ള 18-ാം പടി. ഈ 18-ാം പടി ചവിട്ടാനായിട്ട് വ്രതമനുഷ്ഠിച്ച് കെട്ടും കെട്ടി വരുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അതോടൊപ്പം തന്നെ പന്തള രാജാവിന് അയ്യപ്പനെ കിട്ടിയ ആ ഒരു മുഹൂർത്തമൊക്കെ പ്രതിമയായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. ശ്രീകോവിലിനുള്ളിലുള്ള കാഴ്ചകളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത് എടുക്കാൻ പാടില്ലല്ലോ. അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. മലയും കാടും കുന്നും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു കാടിൻ്റെ പ്രതീതി തന്നെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവർ ഈ ഒരു പ്രതിമ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതും അവിടുത്തെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് കാണാനും ഒരുപാട് പേര് വരുന്നുണ്ട്.
അവിടുത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും കൈയൊക്കെ തരുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല സ്നേഹമുള്ള ഒരു ആന. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും മേടിച്ച് അമ്പലത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരികെ നടന്നു തുടങ്ങി. അപ്പോൾ തിരികെ നടന്നപ്പോഴും നമുക്ക് ഏറെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇത് ഒരു തരം സ്നാക്ക് ഉണ്ടാക്കുന്നതാണ്. എണ്ണയിലിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിൽ ഇട്ട് അതിനെ കുതിർത്തിട്ടാണ് അവരിതിനെ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഒരു മധുരം ഉള്ളൊരു പലഹാരമാണിത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ് ഭഗവാനെ കാണാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ടാറ്റാ.